Welcome to all. I am Satish Kumar. ഡിപ്ലോമ സെക്കൻഡ് സെമസ്റ്ററിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ടെക്നോളജി ഇവർക്കുള്ള ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ലാബിന്റെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ എ സി പാരലൽ സർക്യൂട്ട് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ എ സി സീരീസ് സർക്യൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത് സം ഓഫ് വോൾട്ടേജിന്റെ ഓരോന്നിന്റെ അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സം ആയിരുന്നു ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചു. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ കറണ്ട് ഇൻ പാരലൽ സർക്യൂട്ടാണ്. വോൾട്ടേജ് ആൻഡ് അപ്പോൾ ഇവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഒരു പാരലൽ സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ സർക്യൂട്ട് ഡയഗ്രാം നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെയുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ വോൾട്ട് മീറ്ററും അതുപോലെ ഒരു കോമൺ അമ്മീറ്റർ 5 ആംപിയറിന്റെ MIയും അത് കഴിഞ്ഞാൽ ഒരു 3 നമ്മൾ നേരത്തെ ചെയ്ത അതേ ബൾബുകൾ തന്നെയാണ്. 60 വാട്ടിൻ്റെത്, 100 വാട്ടിന്, 200 വാട്ടിന്, അതിനെല്ലാത്തിനും ഓരോ ഇതിനും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സീരീസ് ആയിട്ട് ഓരോ അമ്മീറ്റേഴ്സും ഉണ്ട്. അപ്പൊ 200 വാട്ടിന് 2 ആംപിയർ, ബാക്കി 100 വാട്ടിന് ഒരു 1 ആംപിയർ, 60 വാട്ടിന് 1 ആംപിയർ. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ 3 അമ്മീറ്ററിന്റെ കൂടെ സം ആയിരിക്കണം താഴെ കാണുന്ന 5 ആംപിയറിന്റെ അമ്മീറ്റർ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ പവറും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ ഒരു ആരോ കൊടുത്തൊരു സാധനം കാണിക്കും. ഇതാണ് നമ്മുടെ DP സ്വിച്ച് അല്ലെങ്കിൽ നൈഫ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പൊ സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് ആണ്. ഇപ്പൊ അത് ഓഫ് കണ്ടീഷനിലാണ്. ഓക്കെ, അതായത് ഞാൻ ഒന്നുകൊണ്ടൊന്ന് സൂം ചെയ്ത് നിങ്ങൾ കാണിക്കുന്നുണ്ട്. കറക്റ്റ് സ്വിച്ച് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ റെഡും ബ്ലാക്കും നോബുകളിലേക്ക് സപ്ലൈ എത്തണമെങ്കിൽ ഈ നൈഫ് സ്വിച്ച് താഴേക്ക് പോകണം. ഓക്കെ, ഞാനത് ക്ലോസ് ചെയ്തപ്പോൾ ലൈറ്റുകളെല്ലാം കത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ റീഡിങ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ ടോട്ടൽ വോൾട്ടേജ് ആ കോമൺ വോൾട്ട് മീറ്റർ ആണ്. ഏകദേശം 240ഓളം വോൾട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്യാമറയുടെ ചരിവ് കൊണ്ടൊക്കെ ചിലപ്പോൾ ഈ വോൾട്ടേജ് വ്യത്യാസം ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെർട്ടിക്കലി നിന്ന് സ്ട്രെയിറ്റ് നോക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കാം. അമ്മീറ്റർ റീഡിങ് നമുക്ക് എത്ര ആംപിയർ കിട്ടിയിരിക്കുന്നുണ്ടോ? AC-യുടെ ഒരു 5 ആംപിയർ അമ്മീറ്റർ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 2 ഏകദേശം 3 ആംപിയറിനോട് അടുപ്പിച്ച് അത് നമുക്ക് ഇത് കാണാൻ അല്ലേ. 1.5 ആംപിയറോളം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അല്ലേ. ഏകദേശം 1.5. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറയുടെ ഒരു ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ കാണുന്ന റീഡിംഗ് വ്യത്യാസം വന്നേക്കാം. എങ്കിലും ഇപ്പൊ നിലവിൽ കാണുന്ന ഏകദേശം 1.5 ആംപിയറോളം നമ്മളിവിടെ കാണുന്നുണ്ട്. ഇനി ഓരോന്നിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നോക്കാം. 60 വാട്ട്സിന്റെ ലാമ്പിലാണ് ഇത് ഏകദേശം ഒരു 0.1, 0.2, 0.25, 0.3 അടുപ്പിച്ച് ഉള്ള ആംപിയറെ കാണുന്നുള്ളൂ. 60 വാട്ടിന് അത്ര കറണ്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞപ്പോൾ ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് കറണ്ട് കുറവായിരിക്കും. ഇത് 100 വാട്ടാണ്. ഇവിടെ നോക്കിയേ, ഏകദേശം 0.45, 0.5 അടുത്തുള്ള കറണ്ട് വരുന്നുണ്ട്. അപ്പൊ 60-ൽ 0.3 അടുപ്പിച്ച് വന്നെങ്കിൽ 0.5ഓളം വന്നു. ഇവിടെ 200 വാട്ട്സിന്റെ ലാമ്പാണ്. നമുക്ക് ഏകദേശം 0.67, 0.75, 0.8 അടുപ്പിച്ചുള്ള ഒരു റീഡിങ് കിട്ടി. ഇനി നമ്മൾ ഈ 3 വാല്യൂസിന്റെയും സം ആയിരിക്കണം നമ്മൾ കിട്ടിയെന്നുള്ളത്. അപ്പൊ നമുക്ക് അവിടെ ഒരു 0.3ഓളം കിട്ടി, 0.5ഓളം കിട്ടി, 0.7 അല്ലേ. അപ്പൊ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് നമ്മൾ ആദ്യം കണ്ട അമ്മീറ്ററിന്റെ ആ 5 ആംപിയർ അമ്മീറ്ററിന്റെ 1.5 അടുപ്പിച്ച് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇതിപ്പോ അത് കറക്റ്റ് ആക്യുറേറ്റ് അല്ല, കാരണം ഞാൻ എടുത്ത ക്യാമറയുടെ ചരിവിൽ അങ്ങനെ ഒരു ചെറിയ ഉണ്ടാവാം, ഡിഫ്ലക്ഷൻസ് ഉണ്ടാവാം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ടാബുലർ കോളം പറയും. ഇത് ഇങ്ങനെയല്ല, ടാബുലർ കോളം ആയിട്ടാണ് വരച്ച് എഴുതേണ്ടത്. കറണ്ട് ടോട്ടൽ കറണ്ട് നമ്മൾ 5 ആംപിയർ അമ്മീറ്ററിൽ കണ്ട കറണ്ട് എഴുതുക. അതിനുശേഷം വോൾട്ടേജ് എഴുതുക. അതിനുശേഷം I1 എന്ന് പറയുന്നത്, അതായത് 60 വാട്ട് ലാമ്പിന് അക്രോസ് ആയിട്ടുള്ള ആ ഒരു സീരീസ് ആയിട്ടുള്ള അമ്മീറ്ററിൽ എത്ര ആംപിയർ കിട്ടിയെന്ന് എഴുതുക. അടുത്ത I2 എഴുതുക, അക്രോസ് 100 വാട്ടിന് അക്രോസ് ഉള്ളത്. I3 എന്ന് പറയുന്നത് 200 വാട്ടിനകത്തുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ എല്ലാം കൂടെ സം ആയിരിക്കണം എന്ത് ടോട്ടൽ കറണ്ട് ആദ്യം കണ്ട I എന്ന് പറയുന്നത്. I = I1 + I2 + I3. നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയില് സീരീസ് ആയപ്പോൾ എന്തായിരുന്നു? V = V1 + V2 + V3 ആയിരുന്നെങ്കിൽ ഇവിടെ I = I1 + I2 + I3. അതാണ് സീരീസും പാരലലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് മറ്റേത് കണ്ട അതേപോലെ തന്നെയാണ് ടോട്ടൽ പവർ കണ്ടുപിടിക്കണം. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എത്രയാണോ അത്രയും വാട്ട്സ്. ഓക്കെ, അപ്പൊ ഇതാണ്
ശരിക്കും പറഞ്ഞാൽ ഈ കറണ്ട് വോൾട്ടേജ് ആൻഡ് കറണ്ടിന്റെ AC പാരലൽ സർക്യൂട്ട് എന്നുള്ള ഒരു എക്സ്പെരിമെന്റിൽ ഉള്ളത്. ഓക്കെ, അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും പുതിയ വീഡിയോകൾ വരുന്നവരെ കാത്തിരിക്കുക. നിങ്ങളുടെ സെയിം കാറ്റഗറിയിൽ പഠിക്കുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോ വരുന്നവരെ താങ്ക് യു.